നാം കാണുന്ന കാലം മുതൽ അമ്പാടിപ്പറമ്പിൽ ആ 2 മരുതുമരങ്ങൾ ഉണ്ടായിരുന്നുവല്ലോ. നഭോമണ്ഡലത്തിന്റെ നെറുകയിൽ മുട്ടുമാറുയരത്തിൽ ഒരു തായ്വേരിൽ നിന്ന് പൊട്ടിമുളച്ച ഇരട്ട സഹോദരങ്ങളെപ്പോലെ അവ തമ്മിൽ ഉരുമുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്ന അപൂർവ ദൃശ്യം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഉലൂഹല മർദ്ദത്താൽ അവ കടപുഴുകി വീണ് 2 അസാമാന്യ തേജസ്സികൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദേവാ, കഥാസരിത് സാഗരമൂർത്തിയായ അങ്ങ് അവരുടെ പുരാവൃത്തത്തിന്റെ പുറഞ്ചട്ട അഴിച്ചാലും. ദേവി, നമ്മുടെ ഓരോ അവതാരങ്ങളും ഒത്തിരി പുരാവൃത്തങ്ങളും പുനർജനികളും കൊണ്ട് നിറഞ്ഞതാണ്. ശ്രീരാമ അവതാരകാലത്തെ അഹല്യാമോക്ഷചരിതം ദേവിയെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള സംഭവമാണല്ലോ. അഹല്യ ശിലയാകാൻ കാരണം പാതിവൃത്യ ഭംഗമാണെങ്കിൽ ഇവർ മരുതുമരങ്ങളാകാൻ കാരണം മതഭരിതമായ മാദക കേളികളാണെന്ന് ദേവി ധരിച്ചാലും. സൗന്ദര്യവും ആകാര സൗഷ്ടവുമുള്ള കുമാരന്മാരല്ലേ കാമദേവന്റെ കാന്തിക വലയത്തിൽ പെടുക സ്വാഭാവികം മാത്രം. ദേവിയുടെ നിഗമനം ശരിയാണ്. ആ തേജസ്വികൾ ധനാഢ്യനായ വൈഷ്ണവപുത്രന്മാരായ നളകൂബരനും മണിഗ്രീവനുമാണ്. ജ്യേഷ്ഠാനുജന്മാരായ അവർ ഒരു നാൾ അപ്സര സ്ത്രീകളുമൊത്ത് പവിത്രമായ ഗംഗാ നദിക്കരയിൽ എത്തിച്ചേർന്നു. അമിതമായ ധനം, അനൽപമായ സൗന്ദര്യം, ആകർഷണീയമായ യൗവനാരോഗ്യം. ഗംഗാനദിയോ കാമികൾക്ക് വശ്യഭാവം പകർന്നു നൽകാൻ കാരണഭൂതയും. അല്പമാത്രം വസ്ത്രധാരികളായ അവർ ഗംഗയിലിറങ്ങി രാസലീലകളാടി. സദാചാര സീമകൾ ലംഘിച്ചുകൊണ്ടുള്ള ആ നീരാട്ട് നളകൂബര മണിഗ്രീവന്മാരെ ശാപത്തിലേക്ക് നയിക്കുകയായിരുന്നു. കുമാരന്മാരെ, നമ്മൾ ഈ നീരാട്ട് തുടങ്ങിയിട്ട് നേരമേറെയായിരിക്കുന്നു. അസ്തമിക്കാൻ വെമ്പുന്ന സൂര്യനെ കണ്ടില്ലേ? ഇനി നീരാട്ടി നിർത്തിക്കോളെ. വേണ്ട വേണ്ട, ആലിംഗനാദികൾ കൊണ്ട് അപൂർവ രസാനുഭൂതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീരാട്ട് ഏറെ നേരം തുടരുക തന്നെ. കണക്കറ്റ സമ്പത്ത് ഉണ്ടായിട്ടെന്താ? ധമനികളെ ത്രസിപ്പിച്ച് നിർവ്വാണ പ്രാപ്തിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നീരാട്ടിന് മുന്നിൽ സമ്പത്താകെ തൃണത്തിന് തുല്യം. സന്ധ്യാവന്ദനത്തിന് നീരാട്ടിനായി യോഗ്യന്മാരാരെങ്കിലും വന്നാലോ? കോടികൾക്കധിപനായ വൈശ്രവണപുത്രന്മാരാണ് ഞങ്ങൾ. ഞങ്ങളെക്കാൾ യോഗ്യരായി ഈ ഭൂലോകത്ത് ആരാണുള്ളത്? അത് ശരിയാ. നാരായണ നാരായണ. ഗംഗാസ്നാനം കഴിച്ച് സന്ധ്യാവന്ദനത്തിനുള്ള സമയമായിരിക്കുന്നു. നാരായണ നാരായണ. നാരായണ നാരായണ. ദേവർഷിയായ നമുക്ക് ദേവസ്ത്രീ ശരീര ദർശനമോ? അസഹനീയം, അചിന്തിതം. നാരായണ. പവിത്രമായ ഈ ഗംഗയിൽ, അതിലും പവിത്രമായ ഈ മുഹൂർത്തത്തിൽ ലജ്ജാവഹം. വൈശ്രവണപുത്രന്മാർ ഇത്രയ്ക്ക് ഗർവിഷ്ഠരോ? കണക്കറ്റ ധനം അവരെ അന്ധകാരവാസികളാക്കിയെന്നോ? പാടില്ല. പവിത്രമായ ഗംഗയെ മലീമസമാക്കിയ ഘോരമായ തെറ്റിന്റെ ശിക്ഷ അവരനുഭവിക്കണം. അതുകൊണ്ട് തന്നെയാണ് ജഗന്നിയന്താവ് നമ്മെ ഈ സമയത്ത് ഇങ്ങോട്ട് നയിച്ചതും. ദേവർഷിയായ നമ്മുടെ കടമ നിർവഹിക്കുക തന്നെ. നാരായണ നാരായണ. നളകൂബര മണിഗ്രീവന്മാർ സംവത്സരങ്ങളോളം 2 വൻ മരുതുമരങ്ങളായി ഭവിക്കട്ടെ. ദേവർഷേ, മഹർഷേ, ഞങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ കനിവുണ്ടായാലും. മാമനെ, മഹാപരാധം ചെയ്തുപോയി. മഹാപ്രാജ്ഞനായ അങ്ങയുടെ ആഗമനം മതഭരിത മനസ്സുള്ള ഏതും അറിഞ്ഞില്ല. മഹാത്മാവേ, അങ്ങയുടെ സന്ധ്യാവന്ദനം തടസ്സപ്പെടുത്തിയ അടിയങ്ങളുടെ അധമവൃത്തിയോട് പൊറുക്കേണമേ. അമിതമായ സ്വത്തും ജീവിത സാഹചര്യങ്ങളും ഞങ്ങളെ ആഡംബരപ്രിയരാക്കി. അതെ, സൗന്ദര്യവും യൗവനവും ആരോഗ്യവും ഞങ്ങളെ കാമലോലുപരാക്കി തീർത്തു. ഞങ്ങളെ ഭരിക്കാനോ നിയന്ത്രിക്കാനോ ശാസിക്കാനോ
ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ഞങ്ങൾ വൃഥാ ധരിച്ചുപോയി. പ്രായത്തിന്റെ ചാബല്യത്തിന് പ്രായശ്ചിത്തം എന്താണെന്ന് അവിടുന്ന് തന്നെ വിധിച്ചാലും ഞങ്ങളത് അനുസരിക്കാം മഹാമുനെ. അങ്ങയുടെ ഉഗ്രശാപം ഞങ്ങളിൽ നിബന്ധിച്ചു കഴിഞ്ഞു എന്ന് നിമിത്തങ്ങൾ കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളത് അർഹിക്കുന്നു. ഞങ്ങൾ ശാപമോക്ഷം അർഹിക്കുന്നെങ്കിൽ അത് അരുളി ചെയ്യണം മഹാമുനെ. യൗവനകാലത്ത് നിങ്ങളെപ്പോലുള്ള യുവാക്കളിൽ ഈ ദൃശ്യമായ സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി തികച്ചും അതിശയോക്തിപരമായിപ്പോയി, അത്യാചാരപരമായിപ്പോയി. നിങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ശാപമല്ലാതെ മറ്റൊരു പരിഹാരമാർഗവും നാം കണ്ടില്ല. കുമാരന്മാരെ, നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ ശാപവാക്യം തിരിച്ചെടുക്കാനാവില്ലല്ലോ. ശാപഫലം അനുഭവിക്കുവിൻ, ശാപമോക്ഷവും അരുളി ചെയ്യാം. നിങ്ങൾ മരുതുമരങ്ങളായി അമ്പാടിയിൽ ജനിക്കുക. ദ്വാപരയുഗത്തിൽ വൈകുണ്ഠനാഥൻ അമ്പാടിയിൽ ഉണ്ണിക്കണ്ണനായി അവതരിക്കും. ആ വിരാട് പുരുഷനാൽ നിങ്ങൾക്ക് ശാപമോക്ഷവും ലഭിക്കും. അതുവരെ കഠിന തപം ചെയ്ത് മരുതുമരങ്ങളായി തന്നെ വർത്തിക്കുവിൻ. മംഗളം ഭവിക്കട്ടെ. നാരായണ 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 നാരായണ.